നമസ്കാരം, സ്റ്റാർ അപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ഉരുൾപൊട്ടലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ട നെല്ലിയാമ്പതിയിലേക്ക് ഉടൻ ഗതാഗത സൗകര്യം ഒരുക്കുമെന്ന് മന്ത്രി എം പി രാജേഷ്. നെല്ലിയാമ്പതി ചുരംപാതയിൽ ഉരുൾപൊട്ടിയ പ്രദേശങ്ങൾ മന്ത്രി എം പി രാജേഷ് സന്ദർശിച്ചു. ശക്തമായ മഴയും വെള്ളക്കെട്ടും തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ ശുചിത്വ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. പ്രളയബാധിത പ്രദേശങ്ങളിൽ അനാവശ്യമായ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത. 2 ദിവസത്തിനിടെ മണ്ണിടിച്ചിലുണ്ടായത് 10ഓളം സ്ഥലത്ത്. ദേശീയപാതയിൽ അപകട ഭീഷണി. വാർത്തകൾ വിശദമായി. അടുത്ത ദിവസം തന്നെ നെല്ലിയാമ്പതിയിലേക്ക് ഒറ്റവരി ഗതാഗതമെങ്കിലും സാധ്യമാക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി എം പി രാജേഷ്. കഴിഞ്ഞ ദിവസം നെല്ലിയാമ്പതി ചെറുനെല്ലിക്ക് താഴെയുണ്ടായ ഉരുൾപൊട്ടലിൽ പോത്തുണ്ടി കൈകാട്ടി ചുരംപാതയിൽ ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് നെല്ലിയാമ്പതി ഒറ്റപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ മന്ത്രി എം പി രാജേഷ് പ്രദേശത്ത് സന്ദർശനം നടത്തിയ ശേഷമാണ് ഇക്കാര്യം പറഞ്ഞത്. കണ്ടിടത്തോളം നമുക്ക് അനുമാനിക്കാവുന്നത് വലിയ പരിക്കുകൾ റോഡിൽ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ചെയ്താൽ തന്നെ ഗതാഗതം എത്രത്തോളം നടത്താൻ പറ്റുമെന്നതും ഒരു പ്രശ്നമാണ്. എന്തായാലും നാളെ രാവിലെയോടുകൂടി ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനാവും. ഇങ്ങനെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ടൂറിസ്റ്റുകളും മറ്റുമുണ്ട്, അവരെ പുറത്തെത്തിക്കാൻ പറ്റും എന്നാണ് ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത്. ഒരു വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്തൊരു ജനവാസ കോളനിയുണ്ട്. അപ്പോൾ അവരെ അത്തരത്തിൽ അവിടെ ഒരു ആളമായ പോലും ഉണ്ടായി. നമുക്ക് അവരെയൊക്കെ രക്ഷിക്കാനായിരുന്നു. ഇപ്പോൾ അവരുടെ ആ ഒരു ഇടങ്ങളിലൊക്കെ ഒരു കാര്യമാണ് സർക്കാർ നിലയിൽ ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളെല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. അത് കളക്ടറുടെ നേതൃത്വത്തിൽ ആ കാര്യങ്ങളെല്ലാം ഇന്നലെ തന്നെ യോഗം ചേർന്ന് ഉറപ്പാക്കി. ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് കൂറ്റൻ പാറക്കല്ലുകളും മണ്ണുമാണ് റോഡിലേക്ക് ഒഴുകിയെത്തിയത്. കുണ്ടറച്ചോല മുതൽ അയ്യപ്പൻതിട്ട വരെ 25ഓളം ഇടങ്ങളിലാണ് മണ്ണിടിഞ്ഞും മരം വീണും തടസ്സം നേരിട്ടിരിക്കുന്നത്. ചിലയിടങ്ങളിൽ വെള്ളം കുത്തിയൊലിച്ച ചുരംപാതയുടെ സംരക്ഷണ ഭിത്തിയും തകർന്നിട്ടുണ്ട്. എന്തായാലും വെള്ളിയാഴ്ച 11 മണിയോടെ ഒരു ജീപ്പിന് കടന്നു പോകാനുള്ള രീതിയിലെങ്കിലും ഗതാഗതത്തിന് സൗകര്യമൊരുക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ശക്തമായ മഴയും വെള്ളക്കെട്ടും തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ ശുചിത്വ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. ജില്ലയിലെ പല പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. പ്രളയബാധിത പ്രദേശങ്ങളിലെ ആളുകൾ ക്യാമ്പുകളിലും താമസിച്ചു വരുന്നുണ്ട്. അനാവശ്യമായി ഇത്തരം ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കരുത്. പ്രളയബാധിത മേഖലയിൽ നിന്നും മുറിവേൽക്കുന്നത് നിസ്സാരമായി കാണരുത്. ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അധിക നേരം നിൽക്കുന്നത് എലിപ്പനി വരാനുള്ള സാധ്യത വർദ്ധിക്കും. പ്രളയബാധിത മേഖലയിലെ വീടുകൾ വൃത്തിയാക്കുമ്പോൾ ഇഴജന്തുക്കളുടെ കടിയേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇഴജന്തുക്കളുടെ കടിയേറ്റാൽ ഉടൻ വിദഗ്ധ ചികിത്സ തേടണം. ഏതെങ്കിലും തരത്തിലുള്ള പനി അനുഭവപ്പെട്ടാൽ ഉടൻ വിദഗ്ധ ചികിത്സ തേടണം. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ ആഹാരം മുടങ്ങാതെ കഴിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിൽ 2 ദിവസത്തിനിടെ മണ്ണിടിച്ചിലുണ്ടായത് 10ഓളം സ്ഥലത്താണ്. വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണി തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ 10ഓളം സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായി. ദേശീയപാതയിൽ 8ഓളം സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തേനെടുക്ക്, ശങ്കരങ്കണ്ണന്തോട്, പന്നിയങ്കര, വാണിയമ്പാറ, കുതിരാൻ തുരങ്കത്തിന് സമീപം കൊമ്പഴ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം മണ്ണിടിച്ചിലുണ്ടായി. ഈ മേഖലയിൽ തന്നെ ഏതു സമയത്തും മണ്ണിടിച്ചിലുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അപകട സമയത്ത് ദേശീയപാതയിൽ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഭാഗികമായി ഗതാഗത തടസ്സമുണ്ടായിരുന്നു. ദേശീയപാതയോരത്ത് പാറക്കെട്ടുകൾ ഉൾപ്പെടെയുള്ള വൻ കുന്നുകൾ മഴയത്ത് ഊർന്നു വരാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ദേശീയപാത അതോറിറ്റി അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ മലമ്പുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മഴക്കോട്ട് വിതരണവും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടത്തി. സോണൽ മാനേജർ മേനോൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മലമ്പുഴ CI സുജിത്ത് അധ്യക്ഷനായി. P ശ്രീകുമാർ, P മണികണ്ഠൻ, എബിൻ, S വൈത്തിരി എന്നിവർ സംസാരിച്ചു. 5 വർഷം അതിന്റെ കാർഡിൽ പോലും
തമിഴ്നാട് ഗവൺമെന്റ് എംപ്ലോയും സ്റ്റാറിന്റെ എംപ്ലോയി ആയിരുന്നു. പക്ഷെ സംഭവിച്ചെന്ന് വെച്ചാൽ 5 വർഷം ഇപ്പോൾ കരുണാനിധി ഗവൺമെന്റ് മാറി ജലവൻ കയറി. ആദ്യം അവർ എടുത്തു കളഞ്ഞത് രാഷ്ട്രീയ തീരുമാനമാണ്. എടുത്തു കളഞ്ഞ് ഈ സാധനം ഒഴിവാക്കും. പിന്നെ അവരെല്ലാം റീറ്റെയിൽ പോളിസിക്ക് വന്നു. അപ്പൊ ഏത് സർക്കാർ വന്നാലും മാറി അല്ലെങ്കിൽ മെഡിസിൻ പോലെ സാധനം മാറാനും മറിയാനും സാധ്യത 1. 2, ഇപ്പൊ നമ്മള് അമേരിക്ക ഒബാമ കെയർ ഉണ്ടായിരുന്നു, അതും മാറിയിപ്പോൾ. അപ്പോൾ നമ്മുടെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും റേഷൻ കാർഡ് ഉണ്ട്. റേഷൻ കാർഡ് നമുക്ക് അരി കിട്ടും, മണ്ണ് കിട്ടും, എല്ലാം കിട്ടും. പക്ഷെ നമ്മൾ അതൊന്നും റേഷൻ കാർഡ് എല്ലാവരും ഉപയോഗിക്കാറില്ല. നമ്മൾ ഐഡന്റിറ്റി മാത്രം ഉപയോഗിക്കാറുണ്ട്, എമർജൻസി വന്നാൽ മാത്രം. മറ്റു വാർത്തകളിലേക്ക്. കനത്ത മഴയിൽ കണ്ണമ്പ്ര കല്ലിങ്കൽപ്പാടത്തും വടക്കഞ്ചേരിയിലും വീടുകൾ തകർന്നു. കണ്ണമ്പ്ര കല്ലിങ്കൽപ്പാടത്ത് കുളത്തിങ്കൽ തങ്കയുടെ വീടാണ് ബുധനാഴ്ച ഉച്ചകഴിഞ്ഞുണ്ടായ മഴയിൽ തകർന്നത്. ഇതിന്റെ തലേദിവസം വീടിന് വിള്ളൽ സംഭവിച്ചതിനെ തുടർന്ന് തങ്കയും സഹോദരിയും മരുമകളും 2 മക്കളും ഉൾപ്പെടെ ബന്ധുവീട്ടിലേക്ക് താമസം മാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. കനത്ത മഴയിൽ വടക്കഞ്ചേരിയിലും വീട് തകർന്നു. വടക്കഞ്ചേരി കുന്നേങ്കാട് സുരേഷിന്റെ വീടിന്റെ അടുക്കള ഭാഗമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 8 മണിയോടെ ഇടിഞ്ഞു വീണത്. ഈ സമയത്ത് സുരേഷിന്റെ ഭാര്യയും മക്കളും വീടിന്റെ മുൻഭാഗത്തായിരുന്നതിനാൽ ആളപായം ഉണ്ടായില്ല. വീട് തകർന്നതിനെ തുടർന്ന് ഇവർ സമീപത്തെ ബന്ധുവീട്ടിലേക്ക് മാറി. പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്നും മെഡിക്കൽ സംഘം വയനാട്ടിലേക്ക് മരുന്നുമായി യാത്ര തിരിച്ചു. പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള മരുന്നുകൾ, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ, അടിയന്തര ഉപകരണങ്ങൾ ഉൾപ്പെടെയാണ് സംഘം യാത്ര തിരിച്ചത്. കൽപ്പറ്റയിൽ താൽക്കാലിക ആശുപത്രി ആരംഭിക്കുന്നതോടെ മെഡിക്കൽ സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിക്കും. മന്ത്രി OR കേളുവിന്റെ നിർദ്ദേശാനുസരണമാണ് സംഘം യാത്ര തിരിച്ചത്. ഫോറൻസിക് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ KK അനിമോന്റെ നേതൃത്വത്തിലാണ് സംഘം യാത്ര തിരിച്ചത്. ഇന്നലെ വൈകുന്നേരമാണ് സാറ് നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത്. നമുക്ക് വയനാട് ഇത്രയും ഒരു ദുരന്തം അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളൊരു ഡിസ്കഷൻ വന്നപ്പോഴാണ് ഹൗസ് സർജൻസ് എന്ന നിലയിൽ നമ്മളെല്ലാവരും പല പോസ്റ്റിങ്ങുകളിലുള്ള ആളുകളാണിപ്പം. നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് നമ്മളവിടെ ചെയ്യുന്നതായിരിക്കും. ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മതരാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് ഒത്തൊരുമയോടെ ഒറ്റക്കെട്ടായിട്ട് സേവിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ പുറപ്പെട്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ എന്തുകൊണ്ടും ഇതിനോടൊരു ഭാഗമായിട്ട് കൂടാനും ഇതിനൊപ്പം പ്രവർത്തിക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായവുമായി സമാജസേവാ സംഘവും. കനത്ത മഴയെ തുടർന്ന് ദുരിതത്തിലായ കടപ്പാറ ക്യാമ്പിലുള്ള കുടുംബങ്ങൾക്കും വണ്ടാഴി CVM സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും കാരക്കാട് പ്രദേശത്തുള്ളവർക്കുമാണ് കിഴക്കഞ്ചേരി സമാജസേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ അവശ്യവസ്തുക്കൾ വിതരണം ചെയ്തത്. സേവാസംഘം ചെയർമാൻ ഡോക്ടർ ചക്കിങ്കൽ പ്രസാദ്, സെക്രട്ടറി മണികണ്ഠൻ കോടങ്ങാട്ട്, കൂടാതെ കൃഷ്ണൻ, അനിൽ കാരപ്പാടം, ജയചന്ദ്രൻ, അഭിനവ സൂര്യൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉരുൾപൊട്ടലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ട നെല്ലിയാമ്പതിയിലേക്ക് ഉടൻ ഗതാഗത സൗകര്യം ഒരുക്കുമെന്ന് മന്ത്രി MP രാജേഷ്. നെല്ലിയാമ്പതി ചുരം പാതയിൽ ഉരുൾപൊട്ടിയ പ്രദേശങ്ങൾ മന്ത്രി MP രാജേഷ് സന്ദർശിച്ചു. ശക്തമായ മഴയും വെള്ളക്കെട്ടും തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ ശുചിത്വ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. പ്രളയബാധിത പ്രദേശങ്ങളിൽ അനാവശ്യമായ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത. 2 ദിവസത്തിനിടെ മണ്ണിടിച്ചിലുണ്ടായത് 10ഓളം സ്ഥലത്ത്. ദേശീയപാതയിൽ അപകട ഭീഷണി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.